ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഫൈനലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ബിഗ് ബോസ് ഫൈനൽ അറിയാൻ പറ്റും. 3-4 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കിനും 2-3 ദിവസം കൂടെ കാണത്തുള്ളൂ ഫൈനലിൽ. അപ്പം അങ്ങനെ ക്ലൈമാക്സിലെത്തി നിൽക്കുകയാണ് ബിഗ് ബോസ്. ഇപ്പോൾ ആണെങ്കിൽ ഒരു 6 പേരേ ഉള്ളൂ ബിഗ് ബോസ് വീട്ടിനകത്ത്. അപ്പോൾ ഈ 6 പേര് അവർക്ക് ഇന്നാണെങ്കിൽ ഞാനിപ്പോൾ ഈ പറയുന്നത് ബിഗ് ബോസിലെ 92ാമത്തെ ദിവസത്തെ എപ്പിസോഡിൻ്റെ കുറേ വിശേഷങ്ങളാണ്. അപ്പോൾ അതിലാണെങ്കിൽ രാവിലെ തന്നെ ഇവർക്ക് കൊടുത്ത പാട്ടാണെങ്കിൽ തേവാരം തോൽക്കുന്നുണ്ട് അകലെ അകലെ മുകിലെ, ആ പാട്ടായിരുന്നു. അപ്പോൾ അവർ 6 പേര് മാത്രമേ ഉള്ളായിരുന്നല്ലോ. അപ്പം അവർ വന്നത് നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷേ എല്ലാവരിലും പഴയ ആ ഒരു ഇതില്ല, ആ ഒരു ഊർജ്ജസ്വലതയൊന്നും കാണാനില്ല. അത് പിന്നെ ഈ 6 പേരിൽ ഇപ്പോൾ ഈ പാട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ആണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ഒട്ടും ഒരു ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ പാട്ടിൻ്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അല്ല, ടാസ്കിലൊക്കെ ജാസ്മിൻ്റെ കഴിവ് നന്നായി തെളിയിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പാട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇവരെല്ലാവരും ഇപ്പം 6 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അവർ നേരത്തെ മാതിരിയുള്ള ഒരു പ്രശ്നങ്ങളോ ഇതൊന്നുമില്ല. അപ്പോൾ അവരങ്ങനെ ഒന്നിച്ച് ഒരിടത്ത് ഇരുന്നുകൊണ്ട് കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ആ ബീൻ ബാഗിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. ആരൊക്കെയാണെന്ന് വെച്ചാൽ ജിൻഡോ, അഭിഷേക്, അർജുൻ, ഋഷി, ശ്രീതു, ജാസ്മിൻ, ഇത്രയും ഈ 6 പേരേ ഉള്ളൂ. അപ്പോൾ അവർ കഴിഞ്ഞ സംഭവങ്ങളൊക്കെ പറയാണ്, ഇവിടെ നേരത്തെ നടന്ന ഓരോന്നൊക്കെ. ഇപ്പോൾ അവർക്ക് അതൊക്കെ രസമായിട്ടൊക്കെ തോന്നും. പണ്ട് വഴക്കുണ്ടായതും പ്രശ്നങ്ങളുണ്ടായതും മറിഞ്ഞ് വീണതും പല ആൾക്കാരെ. അപ്പോൾ അതൊക്കെ ഒരു രസമായിട്ട് അവരെല്ലാം അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ഓർത്തും പറഞ്ഞുമൊക്കെ രസകരമായ സംഭവങ്ങളായി ഇറക്കിക്കൊണ്ടിരിക്കുക. അഭിഷേക് പറയുന്നുണ്ട്, ആരും മറിഞ്ഞ് വീണാലും എടുത്തുകൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്നത് അർജുന് അപ്പോൾ ആണെന്നുള്ള കാര്യത്തിൽ. അപ്പം ഈ നന്ദന വീണപ്പോഴും അർജുൻ എടുത്ത് വീടെന്നും പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് നന്ദന ചാടി പോയില്ലേ. അപ്പം ആ കാര്യം പിന്നെ എപ്പോഴൊക്കെയോ ആര് വീണാലും അർജുന എടുത്തുകൊണ്ട് ഓടുന്നത്, കൈ താങ്ങിക്കൊണ്ട് ഇങ്ങനെ 2 കൈയിലും താങ്ങി പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പം നമ്മുടെ ജാസ്മിന് അതിൻ്റെ ഓർമ്മയിൽ വന്നിട്ട് ജാൻമണിയെ ഒരു പ്രാവശ്യം തല ഇറങ്ങി വീണെന്നും പറഞ്ഞുകൊണ്ട് അർജുനെ താങ്ങി എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോയിരുന്നു. പിന്നെ അത് വന്നിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അർജുനാണെങ്കിൽ അത് തലവേദന, അങ്ങനെ തലവേദനയായിട്ടൊന്നും തോന്നിയില്ലെന്നുള്ള ഒരു കള്ളലക്ഷണം പോലത്തെ കാര്യം പറഞ്ഞതൊക്കെയാണ് പിന്നെ ജാസ്മിൻ പറയുന്നത്. അപ്പം അതിനെക്കുറിച്ചാണെങ്കിൽ ജാൻമണി എന്ന് പറഞ്ഞ നല്ല ആട്ടാട്ടിയ കാര്യമൊക്കെയാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ചിരിക്കുക. അപ്പോൾ അർജുനും പറയുന്നത് അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു. അതെന്താണെന്ന് അറിയത്തില്ല, അർജുൻ അങ്ങനെ ആയിരുന്നു പറയുന്നത്. അതെല്ലാവരും കൂടെ ചിരിച്ച് രസിച്ചിരിക്കുക. ഫൈനലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അവരെ ഒരു ഇതൊക്കെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് അഭിഷേകും ഋഷിയും കൂടെ അവരെ കട്ടിലിരുന്നിട്ട് സംസാരിക്കുക. അവർ സംസാരിക്കുന്ന വെച്ച് നോക്കുമ്പോൾ എനിക്കത് ശ്രീതുവിനെയും അർജുനെയും കുറിച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇവരുടെ ഈ കോംബോ, അഭിഷേക് പറയുന്നത് ചില സമയത്ത് ഇവരുടെ ഈ കോംബോയാണെന്ന് തോന്നും, ചില സമയത്ത് നമ്മൾക്ക് സംശയം തോന്നും, അല്ല മറ്റെന്തോ ആണോ എന്നൊരു സംശയം വരും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും ഈ വീട്ടിനകത്തുള്ളവർക്ക് അവരെന്താണ് അവരുടെ ഇത് മുന്നോട്ട് പോകുന്നത്, ഏത് ഇതാണ് ഇവർ 2 പേരും മുന്നോട്ട് ഇതുവരെ വന്നിട്ടുണ്ടെന്ന് ഉള്ള സത്യമല്ലാതെ ഇത് ഏതാണെന്ന്, ഇത് ഒറിജിനലായിട്ട് ഇവർ തമ്മിലുള്ള അവർക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ, അല്ല ഇത് കോംബോയാണോ എന്ന് ഇതുവരെ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതാ വലിയൊരു അതിശയം എനിക്കത് തോന്നുന്നത്. ഇത് ആദ്യ സമയത്ത് ഞാനിത് വന്നിട്ട് അത് ഒറിജിനൽ അല്ല, അത് ഇവരിൽ ഇവരുടെ 2 പേരുടെ കാര്യം ആൾക്കാർ പറയുമ്പോഴും എനിക്കത് തോന്നിയിട്ടുള്ളത് ഒരു ഒറിജിനൽ അവരുടെ ഒരു പരസ്പരമുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരവിടെ നിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു സൗഹൃദമുണ്ട്, നല്ല സൗഹൃദമുണ്ടെന്ന അല്ലാതെ അതിൽ കവിഞ്ഞൊരു ഇത് എനിക്കതിൽ അവർ 2 പേരുടെ ഇതിൽ തോന്നിയിട്ടില്ല. അപ്പം അതാണ് ഇപ്പോൾ അഭിഷേകും ഋഷിയും കൂടെ ഇവരുടെ കാര്യം പറയുന്നു. അപ്പോൾ ഈ 6 പേരിൽ ഇനിയും ഒരാൾ പോവും. ഫൈനൽ വന്ന് 5 പേരല്ലേ വരാൻ പാടുള്ളൂ.
പക്ഷേ വന്നിട്ട് ഇതിൽ ഒരാൾ പോകും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അവരുടെ ആ ഒരു ഇതാന്ന് തോന്നുന്നു. ഈ എന്തായാലും അഭിഷേക് വന്ന് ഫൈനലിൽ എത്തുമെന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞു. ഋഷിയുടെ ആ ഒരു മനസ്സിൻ്റെ ടെൻഷനൊക്കെയാണോ ഇങ്ങനെ ഈ സംസാരത്തിനിട വരുത്തിയെന്ന് എനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഋഷിയോ ശ്രീതു ഇവർ രണ്ടിൽ ഒരാളാണ് ഈ ഫൈനൽ ടോപ്പ് 5-ൽ 5 പേരിൽ ഒരാൾ പോകും. അത് ഋഷിയോ ശ്രീതു ആണെന്നുള്ളത് നമ്മൾക്ക് അറിയാവുന്ന കാര്യം. ഇവർ രണ്ടിൽ ഒരാൾ പോകും. അപ്പോൾ ഋഷിക്ക് അതിൻ്റെ ഒരു ആവലാതിയാണോ എന്നറിയത്തില്ല ശ്രീതുവിനെയും അർജുനെയും കുറിച്ച് പറയുന്നത്. ശ്രീതു അവിടെ ഇത്രയും നിൽക്കാനുള്ള ഒരു ചാൻസ് ശ്രീതുവിനെക്കാട്ടി നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്ന അവരൊക്കെ പോയല്ലോ. അപ്പം നമ്മുടെ സിജോ ആണ് ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതിന് തൊട്ട് മുമ്പേ സിജോ പോയത്. അപ്പം അങ്ങനെ സിജോയൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രീതു ഇത്രയും ഈ ടോപ്പ് 6-ൽ വന്നേക്കുന്നതിൻ്റെ കാരണമാണ് ഇവർ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള അപ്പോൾ ഋഷിക്ക് അതിൻ്റെ ഇതുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരാൾ പോകും. ഫൈനൽ വരാനേ ഇതിൽ നിന്ന് ഒരാളും കൂടെ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഋഷിയാണോ ശ്രീതു ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രീതു ഇതുവരെ വരാനേ അർജുനും ശ്രീതുവും തമ്മിലുള്ളൊരു കോംബോയാണ് ഇതിന് കാരണമെന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ ബിഗ് ബോസ് ലിവിങ് റൂമിൽ എല്ലാവരെയും വിളിക്കുന്നു. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഈ 6 പേരേ ഉള്ളൂ. എന്നിട്ട് ബിഗ് ബോസ് പറയുന്നു ഇനി 6 ദിവസമേ ഉള്ളൂ ഫൈനലിലേക്ക്. പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് ഈ 6 പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം അതുകൊണ്ട് ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ച് കളിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ബിഗ് ബോസ് ഫൈനലിൽ എത്താനെന്നുള്ളൊരു വാണിംഗ് ഒക്കെ അവർക്ക് കൊടുക്കുന്നു. അതിനുശേഷം പിന്നെ ഉച്ചയായ സമയത്ത് നോക്കുമ്പോഴത്തേക്കിന് അവരെ കുറച്ച് 6 പേരല്ലേ ഉള്ളൂ. ഇവരല്ലേ ഈ ലിവിങ് ഏരിയയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അലമാരി ഇരിക്കുന്നു. ആ അലമാരി അപ്പോൾ അവർ നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു അലമാരിയാണ്, ഈ തടിയുടെ ഒരു അലമാരി. അപ്പോൾ ജിൻഡോയാണ് ആദ്യമേ ഇത് കണ്ടത്. ജിൻഡോ എന്തോ ഒരു അലമാരി ഇരിക്കുന്നു, ഇതെങ്ങനെ ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് ദൂരെ മാറി ഇരുന്നുകൊണ്ട് ഈ അലമാരി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണെങ്കിൽ കൃഷിയാണ് ആരോ ജാസ്മിനെ പിടിച്ച് ഇങ്ങനെ പോയി നോക്കും. നീയാണ് ജാസ്മിൻ പോടാ അവിടെ നിന്നെന്ന് പറഞ്ഞ് പേടിച്ച് നമ്മൾ ഈ പേടിയുള്ള സാധനത്തിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ അങ്ങനെ പോടാ അവിടെ നിന്നെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റി മാറി പേടിച്ച് നിലവിളിച്ച് ഒരലർച്ച അലറി അങ്ങോട്ട് മാറിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ ശ്രീതു ആണെന്ന് തോന്നുന്നു പോയി തുറന്നു നോക്കി അലമാരി. ശ്രീതുവിന് അതിലൊക്കെ ഇച്ചിരി ധൈര്യം ഉണ്ടെന്ന് തോന്നുന്നു. പോയി തുറന്നു നോക്കിയപ്പോഴത്തേക്കിന് ആരായിരിക്കും? ജാൻമണി അലമാരിക്കകത്ത്. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര ജാൻമണി വന്നുള്ള കാര്യം. ഈ ജാൻമണി അപ്പം തന്നെ പിന്നെ ഈ ജിൻഡോയ്ക്ക് ഭയങ്കര സന്തോഷമായി. ജിൻഡോയുടെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു. അവർ കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ആയത് വന്നിട്ട് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള മാതിരി അവർ ഈ സിഗരറ്റ് വലിക്കാൻ അവർ ഒന്നിച്ചാണ് അവരുടെ ഒരു അപ്പം അവർ രണ്ടുപേരും ഉള്ളായിരുന്നു ഈ പ്രാവശ്യം ബിഗ് ബോസ് വീട്ടിനകത്ത് സിഗരറ്റ് വലിക്കുന്നവർ. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ച് ആ ഏരിയയിൽ പോയി നിന്ന് ഒന്നിച്ച് സിഗരറ്റ് വലിച്ച് അവരുടെ ആ കോംബോ അങ്ങ് വന്നിട്ട് ആ ലെവലിലൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് അവർ നിൽക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ജിൻഡോയ്ക്ക് സന്തോഷമായി ജാൻമണി വന്നത്. അതുപോലെ തന്നെ കൃഷിയൊക്കെ കൃഷി ജിൻഡോയെ എല്ലാം നല്ലവണ്ണം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുന്നു. ഒപ്പം വന്നിട്ട് എല്ലാവരെയും ശ്രീതുവിനെയും ജാസ്മിനെയും എല്ലാം അവിടുന്ന് പിന്നെ വന്നിട്ട് അവരെ ആ രസകരമായ വെളിയിൽ പോയപ്പോൾ ഉണ്ടായ ഈ ജാൻമണിയുടെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോഴേ ഇവർക്ക് ഈ മൈക്കുണ്ടല്ലോ, മൈക്ക് എന്തെന്നൊക്കെ തപ്പുന്ന കാര്യവും ഒക്കെ ഇങ്ങനെ ഇതിൻ്റെ ഒരു സോങ് ഉണ്ടല്ലോ ഈ ബിഗ് ബോസിൻ്റെ ലോകത്തിൻ ഗതി അറിയാതെ എന്നുള്ള അതിൻ്റെ കാര്യമൊക്കെ ഈ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന കാര്യമൊക്കെ പറഞ്ഞു എല്ലാവരും അങ്ങനെ ശരിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മളിങ്ങനെ ജാൻമണി വന്നതിൻ്റെ ഇവരുടെ സന്തോഷങ്ങൾ പരസ്പരം പങ്കിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ വെളിയിലുള്ളത് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെ ജാൻമണിയുടെ സ്വന്തം അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാമല്ലോ. അപ്പോൾ അതൊക്കെ കേട്ട് ഇവരൊക്കെ അതിലൊക്കെ രസിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ആ ലിവിങ് ഏരിയ ഫുള്ള് ആ ഡോറിൻ്റെ അവിടെ വെളിയിലോട്ടുള്ള ഡോറിൻ്റെ അവിടെയും പിന്നെ ഇവർ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അവിടെയൊക്കെ ഒരു പേഴ്സണൽ സ്പേസ് ആണല്ലോ, പോയി അകത്തോട്ട് നോക്കണം അതുമാതിരിയൊക്കെ. അപ്പോൾ ജാസ്മിൻ ആണെങ്കിൽ അവിടെയൊക്കെ പോയി ഇങ്ങനെ നോക്കുന്നു കുറേ ഇടത്ത്. ജാസ്മിൻ്റെ മനസ്സിലാണെങ്കിൽ ഗബ്രി വരും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അങ്ങനെ ജാസ്മിൻ അവിടെ എല്ലാം നോക്കുമ്പോൾ ഗബ്രിയെ കാണാനില്ല. അപ്പം അങ്ങനെ ഒരു നമ്മളെ കാണിക്കുന്നുണ്ട് ബിഗ് ബോസ്, ജാസ്മിൻ്റെ ആ ഒരു ഇതെല്ലാം.
അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ കിച്ചണിലാണെങ്കിൽ അർജുൻ എന്തോ പാത്രം കഴുകുവാണോ എന്തോ ഫുഡ് കുക്കിംഗ് ആണോ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ അതിൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പം അർജുന് മനസ്സിലാകുന്നുണ്ട് ഈ ഗബ്രി വരാത്തതുകൊണ്ടുള്ള ജാസ്മിന് വിഷമം ഉണ്ടെന്നുള്ള രീതി മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അർജുൻ പറഞ്ഞു വരാതിരിക്കത്തില്ല, വരുമെന്ന്. അപ്പം ജാസ്മിൻ അതുകൂടെ കേട്ടപ്പോൾ ഒന്നും കൂടെ വിഷമം കൂടുന്നു. അത് കഴിഞ്ഞ് ജാൻമണിയും എല്ലാവരും കൂടെ ചേർന്ന് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയുക, തമാശയൊക്കെ പറയുക, ചിരിക്കുക, അങ്ങനെ ഒരിത്. പിന്നെ ഈ ജാൻമണി ഇപ്പം ഇത്രയും ദിവസം വെളിയിൽ നിന്നിട്ട് വന്നതല്ലേ. അപ്പോൾ എല്ലാവരും ജാൻമണിക്ക് ചുറ്റും ഇങ്ങനെ ഉണ്ട്. 1-2 പേരൊക്കെ അവർ പോയി കിച്ചണിലൊക്കെ അവരുടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ജാൻമണി കട്ടിലിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടടുത്ത് ഈ ശ്രീതുവാണ് ഇങ്ങനെ പാതി കിടക്കുന്ന മാതിരി ഇങ്ങനെ ചരിഞ്ഞ് അവിടെ കിടക്കുന്നു. പിന്നെ മറ്റുള്ളവർ ജിൻഡോയും അഭിഷേകും ഋഷി എല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കട്ടിലിൻ്റെ ചുറ്റിനായിട്ടൊക്കെ ആയിട്ട് മാറിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ കുറേ രസങ്ങളൊക്കെ പറയുന്നു. എനിക്ക് തോന്നി ഈ വെളിയിൽ നിന്ന് വരുന്നവർ എടുക്കലേ ഈ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളവരെല്ലാം ചുറ്റും കൂടി കുറച്ച് നേരം ആകാംക്ഷപൂർവ്വം ഇരിക്കുന്നത് ഈ വെളിയിലുള്ള എന്തെങ്കിലും ഇവർക്ക് ആവശ്യമുള്ള വല്ല കാര്യങ്ങൾ അറിയുമോ എന്നൊക്കെ അറിയാനായിരിക്കും. അത് അങ്ങനെയുള്ള ഇത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അതിനായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കുന്ന കൂട്ടത്തിൽ ജാൻമണിയാണ് എങ്കിൽ ശ്രീധുവിനോട് പറഞ്ഞ് ലൈറ്റൊക്കെ അണച്ചിട്ട് കിടന്ന് ഉറങ്ങും മോളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. ആ ചിരി ഒരു സാധാരണ ചിരിയല്ല, ഒരു ആക്കി പറഞ്ഞ ഒരു ചിരി മാതിരിയാണ് തോന്നുന്നത്. അപ്പം ചുറ്റിന് ഇരുന്ന് എല്ലാവർക്കും അത് മനസ്സിലായോ വലിയ അറിയത്തില്ല. ജാൻമണിക്ക് അത് എന്തുദ്ദേശത്തിലാണ് പറഞ്ഞതെന്നറിയാം. ശ്രീധുവിന് അത് എന്തോ എനിക്ക് തോന്നുന്നത് എന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു സംശയം അങ്ങനെ എന്തോ ആക്കി പറഞ്ഞായിട്ട് ശ്രീധുവിനും തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുമ്പോഴത്തേക്കിന് അർജുനും ശ്രീധുവും കൂടെ അവിടെ നിന്ന് ഏതാണ്ടൊക്കെ ഈ കിച്ചണിൽ ഏതാണ്ട് അരിയോ പറക്കുവോ ഏതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് ഈ ശ്രീധുവും വന്ന് നിൽക്കുന്നു. ജാൻമണി അവിടെ പറഞ്ഞ കാര്യം ഈ ശ്രീതു ആണെങ്കിൽ അർജുനോട് പറയുന്നു ഇങ്ങനെ അവിടെ ഇപ്പോൾ ലൈറ്റ് അണച്ചിട്ട് കിടന്ന് ഉറങ്ങും മോളെ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു. അവരുടെ ചിരി അപ്പോൾ അർജുൻ പറയുന്നു അതെന്തോ അത് സാധാരണ അതെനിക്കത് അങ്ങനെ തോന്നുന്നില്ല. അവരെ ചിരി വന്നിട്ട് ഒരാക്കി ചിരി മാതിരി ആ ചിരിയിലെന്തോ ഒരു ഇത് മാതിരി എന്നൊക്കെ തോന്നുന്നൊക്കെ ശ്രീതു പറഞ്ഞു. ശ്രീതുവിന് സംശയം. അപ്പോൾ അർജുൻ പറയുന്നു അതിപ്പം അങ്ങനൊന്നുമല്ല, നിൻ്റെ അമ്മ വന്നപ്പം നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്ന് പറയുന്നു. അപ്പം ശ്രീതു പറഞ്ഞ അതാ എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ അവരാണെങ്കിൽ ഇവിടുന്ന് പോയ ശ്രീധുവിന് എന്തോ സംശയം പോലെ അർജുനെയും ജാൻമണിയും വെച്ചിട്ട് എന്തോ സംശയം പോലെ മറ്റേ ചിലയിടത്തും നമുക്ക് കിട്ടിയ ഒരു അറിവ് എന്താണെന്ന് വെച്ചാൽ അർജുനും പിന്നെ ജാൻമണിയും നേരത്തെ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു വെളിയിലെന്നാണ് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞത്. ഇപ്പം ഈ കുറച്ചൊരു 4-5 ദിവസമായിട്ടുള്ളൂ ഇവരുടെ തമ്മിലുള്ള ഒരു സംസാര വിഷയമൊക്കെ വെളിയിൽ പൊതുവെ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ, ഈ അർജുൻ വന്നിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നത് അതാ. അപ്പോൾ അവർ തമ്മിൽ എന്തോ പരിചയമൊക്കെ ഉണ്ട്, അതിൻ്റെ പേരിലൊക്കെ എന്തൊക്കെയോ വന്നിട്ട് ഇപ്പോൾ പറയുന്നു. പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നിട്ട് നമ്മൾക്ക് അതൊന്നും മനസ്സിലായി. സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ജാൻമണി എവിക്റ്റായി പോകുന്നിടം വരെ അതിനെക്കുറിച്ചൊന്നും നമ്മൾക്കൊന്നും ഒരു തോന്നലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ശ്രീധുവിന് എന്തോ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലായെന്ന മാതിരി എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീടിനകത്ത് നിന്നിട്ട് പോലും. അപ്പോൾ ശ്രീധു പറയുന്നു എനിക്ക് അവരും അപ്പോഴും നിന്നെ ഇങ്ങനെ നോക്കുന്ന കാണാം, നീയും വന്നിട്ട് അവരെന്ത് പറഞ്ഞാലും നിങ്ങൾ അത്ര അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഞാൻ അത്ര കൂടുതലൊന്നും അവരുമായിട്ടൊന്നും ഒരു ഇത് മിണ്ടാനും പറയാനും ഒന്നും അങ്ങനെ പോകാറില്ലല്ലോ. പക്ഷേ ശ്രീധു പറയുന്നു അവരെന്ത് പറഞ്ഞാലും നീ ഇങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ കുറേ സമയം നോക്കുകയൊക്കെ ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നു. അർജുൻ പറയുന്നു അതിപ്പം വന്നിട്ട് അർജുൻ അവിടെ ഉരുണ്ട് കളിക്കുന്ന മാതിരി നമുക്ക് തോന്നുന്നുണ്ട്. അതിപ്പോൾ വന്ന് വെളി പരിചയം ഉണ്ടെന്നുള്ളത് തന്നെ അർജുൻ ശ്രീധുവിനോട് പറഞ്ഞു. ശ്രീധു അപ്പം ചോദിച്ചു നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ ചോദിച്ചു. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് പരിചയമുണ്ട് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ വന്നിട്ട് ഇപ്പം ഈ സംഭവം അവിടെ അവരിങ്ങനെ പറഞ്ഞില്ലേ നേരത്തെ ലൈറ്റാണ് വെച്ച് കിടന്ന് ഉറങ്ങും മോളെ എന്ന് പറഞ്ഞത് ഒരാക്കി പറഞ്ഞ മാതിരിയാണ് തോന്നുന്നത്. അപ്പോൾ ശ്രീധു അർജുനും കൂടെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ പറയുന്നു അത് അവർ അങ്ങനെ ഇതായിട്ടൊന്നും പറഞ്ഞതായിരിക്കത്തില്ല എന്ന്. അപ്പോൾ ശ്രീധുവാണ് ഈ ഐസൈറ്റ് പിന്നെ ഇവർ അർജുൻ അവരെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും കണ്ണിലോട്ടെന്നുള്ള ശ്രീധു പറയുമ്പോൾ അർജുൻ പറയുന്നത് അതിപ്പോൾ ഒരാളുടെ കണ്ണിലോട്ട് ശ്രദ്ധിച്ച് നോക്കുന്നത് അതൊരു അന്നേരം അവരെന്താ അവരുടെ ഉദ്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന മട്ടിലാണ് അത് അർജുൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആ ടോപ്പിക്ക് അർജുൻ അങ്ങനെ വഴുവഴ കുഴകുഴാന്നാക്കി അതങ്ങനെ കളഞ്ഞു.